2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്, ഒരുപോലെ ജീവൻ മരണ പോരാട്ടമാണ്. ഇവിടെ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന LDFും UDFും വലിയ തരത്തിൽ ആവേശത്തിൽ നിൽക്കുമ്പോൾ UDF ഉറപ്പായും ഇത്തവണ കേരളം പിടിക്കുക തന്നെ ചെയ്യും, ഭരണം പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ല, ഇത്തവണ പിണറായി 3.0 ഉറപ്പായും ഉണ്ടാകുമെന്ന് ഒരു ഭാഗത്ത് CPM ശക്തമായി പറയുമ്പോൾ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നയിക്കുന്ന NDA സഖ്യം അതീവ ഗൗരവത്തോടെയും അതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടെയുമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തവണ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ നിർണായകമായ മൂന്നാം കക്ഷിയായി മാറുകയോ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കുന്നത്. ഇതിനായി BJP കണ്ടെത്തിയ 34 A ക്ലാസ് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ചർച്ചകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും അതുപോലെ അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ ചരിത്ര വിജയവും ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്ത BJP അവിടുത്തെ കരുത്തരായ നേതാക്കളെ തന്നെ നിയമസഭയിലേക്കും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ നിർണായക സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ച അദ്ദേഹം 39,596 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മേയർ എന്ന നിലയിലുള്ള സ്വാധീനം വട്ടിയൂർക്കാവിൽ വിജയം ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഡെപ്യൂട്ടി മേയർ GS ആശാനാഥിനെയും ജില്ലയിലെ ഒരു പ്രധാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. വനിതാ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനവും അതുപോലെ ഭരണപരിചയവും അവർക്ക് മുൻതൂക്കം നൽകുന്നുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം എന്നത് നേമം മണ്ഡലം കൂടിയാണ്. 2021 ഇവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത്. അന്ന് 51,888 വോട്ടുകൾ നേടി അദ്ദേഹം ശക്തമായ ത്രികോണ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തവണ നേമത്ത് പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളും ഏറി വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം കാഴ്ചവെച്ച വലിയ തരത്തിലുള്ള പ്രകടനം നിയമം പിടിച്ചെടുക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ശശി തരൂരിനെ വട്ടം കറക്കിയ പ്രകടനം കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് എന്നുകൂടി എടുത്തു പറയേണ്ടത് കൂടിയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിനായി നടൻ G കൃഷ്ണകുമാർ അമിത്ഷായോട് നേരിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത് ചർച്ചകൾക്ക് പുതിയ വഴിത്തിരി കൂടി നൽകിയിരിക്കുക കൂടിയാണ്. വട്ടിയൂർക്കാവിലെ വോട്ടർമാരുമായി തനിക്ക് 25 വർഷത്തിലേറെ വ്യക്തിബന്ധമുണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ BJP മുന്നേറ്റത്തിന് താൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുമാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. 2021 തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ച അദ്ദേഹം 34,996 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. വട്ടിയൂർക്കാവ് സീറ്റിലേക്ക് മുൻ DGP R ശ്രീലേഖയുടെ പേരും സജീവമായി തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ശാസ്തമംഗലം വാർഡിൽ നിന്നും കോർപ്പറേഷനിലേക്ക് ജയിച്ചു കയറിയ അവർക്ക് വട്ടിയൂർക്കാവിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് പാർട്ടി കരുതുന്നത്. ഒപ്പം തന്നെ പാർട്ടി വിശ്വസിക്കുന്നത്. മധ്യ കേരളത്തിൽ താമര വിരിയിക്കാൻ BJP ഇത്തവണ പ്രയോഗിക്കുന്നത് വലിയ തരത്തിലുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ കൂടിയാണ്. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ മുൻനിർത്തിയാണുള്ള നീക്കങ്ങൾക്കാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ ഏറ്റുമാനൂരിലോ അല്ലെങ്കിൽ കടുത്തുരുത്തിയിലോ മത്സരിക്കുമെന്ന് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ സഹായിക്കുമെന്നും പാർട്ടി കരുതുന്നു. അതായത് ഇതിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചാൽ അവിടെ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ ക്രൈസ്തവർക്കിടയിലെ BJP വിരുദ്ധത കുറയ്ക്കാൻ സഹായിക്കുമെന്നും അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ തവണ കാഞ്ഞിരപ്പള്ളിയിൽ 29,105 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. ഇത്തവണ അദ്ദേഹത്തെ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു നഗരമണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ തൻ്റെ പഴയ തട്ടകമായ കാഞ്ഞിരപ്പള്ളിയിലേക്കോ പരിഗണിക്കാനും സാധ്യതകളുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ഭാഗങ്ങളിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് പാർട്ടി ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അതിന് പ്രധാന പരിഗണന വന്നത്. അവിടെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് പരിഗണനയിൽ വരാനുള്ള പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. മറ്റൊന്ന്, മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ രാഷ്ട്രീയ പ്രവേശനവും ഇത്തവണ വലിയ തരത്തിൽ ചർച്ചകളുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJPയെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹം വീണ്ടും വരണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. 2016 ചെങ്ങന്നൂരിൽ അദ്ദേഹം നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് BJPക്ക് വലിയ കരുത്തുള്ളത് കൂടിയായിരുന്നു. ക്രൈസ്തവ വോട്ടുകൾക്ക് പുറമെ നായർ ഈഴവ വിഭാഗങ്ങളിലെ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രീധരൻപിള്ളയുടെ സാന്നിധ്യം സഹായിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാന പേര് കുമ്മനം രാജശേഖരനെ ഇത്തവണ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സ്വാധീനമുള്ള മണ്ഡലത്തിലേക്ക് മാറ്റാനുള്ള ആലോചനകളും നടക്കുന്നുമുണ്ട്. ശബരിമല വിഷയത്തിന് ശേഷം പത്തനംതിട്ടയിൽ BJPക്ക് ലഭിച്ച വോട്ടുകളുടെ വർധനവ് വിജയമാക്കി മാറ്റാൻ കുമ്മനത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസവും പാർട്ടിക്ക് നന്നായി തന്നെ ഉണ്ട്.
മറ്റൊന്ന് എടുത്തു പറയേണ്ട പ്രധാന മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലമാണ്. അവിടെ ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത്. 2021 മെട്രോമാൻ ഇ ശ്രീധരൻ 50,220 വോട്ടുകൾ നേടി വെറും 3,859 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. ഷാഫി അവിടെ ജയിച്ചു കയറുന്നത്, ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു കയറുന്നത് 3,859 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അത്ര ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത് ഇ ശ്രീധരൻ. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ പക്ഷേ ഇ ശ്രീധരൻ മത്സരിക്കാനായി രംഗത്തില്ല എന്ന് വ്യക്തമാക്കിയതോടെ അവിടെ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമായി വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് 65,013 വോട്ടുകൾ നേടി വെറും 745 വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത്. കോന്നിയിൽ അദ്ദേഹം നേടിയതാകട്ടെ 32,811 വോട്ടുകളും നേടുകയും ചെയ്തിരുന്നു. അന്ന് ഈ പറഞ്ഞ ഹെലികോപ്റ്റർ എടുത്ത് 2 മണ്ഡലങ്ങളും മാറി ഓടുന്നത് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിൽ വിവാദമാവുകയൊക്കെ ചെയ്തത് കൂടിയാണ്. ആ സമയങ്ങളാണ് കള്ളപ്പണ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നെങ്കിലും ആ കേസൊന്നും ഇതിൽ ഒന്നും ആയിട്ടില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, മഞ്ചേശ്വരത്ത് നഷ്ടപ്പെട്ട വിജയം പാലക്കാടിലൂടെ തിരിച്ചു പിടിക്കാനാണ് സുരേന്ദ്രന്റെ നീക്കം എന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പാലക്കാടേക്ക് നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് സജീവമായി ഉയർന്നു വന്നെങ്കിലും സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി അദ്ദേഹം മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും തനിക്കിപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്നും തനിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് മറ്റൊരു പേര് കൂടി പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത്, വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ബിഗ് ബോസ് താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പേരിൽ വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ്. താനൊരു സംഖ്യയാണെന്ന് പ്രഖ്യാപിച്ച റോബിനെ കൊല്ലം അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ പ്രതീക്ഷകളും ഉണ്ടാകുന്നുണ്ട്. യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അതുപോലെ BJPക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സംവിധായകൻ മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്. 2021 പ്രൊഫസർ KS രാധാകൃഷ്ണൻ അവിടെ 26,356 വോട്ടുകൾ നേടിയ മണ്ഡലം കൂടിയാണിത്. മേജർ രവിയുടെ സൈനിക പശ്ചാത്തലവും സിനിമാ രംഗത്തെ സ്വാധീനവും ഇത്തവണ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ സജി 15,483 വോട്ടുകൾ നേടിയ സ്ഥാനത്ത് ഇത്തവണ TP സിന്ധുമോൾ അല്ലെങ്കിൽ PR ശിവശങ്കർ എത്തിയേക്കാം എന്നുള്ള സാധ്യതകളും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കൊച്ചി മണ്ഡലത്തിലാണെങ്കിലോ അവിടെയാണെങ്കിൽ ലത്തീൻ സഭയുമായി ബന്ധമുള്ള ഒരു പൊതുസഭ തന്നെ മത്സരിപ്പിക്കാനാണ് BJP പ്ലാൻ ചെയ്തത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ച തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വിജയസാധ്യത ഉണ്ടെന്നും കണക്കുകൂട്ടലുണ്ട്. BJP വലിയ തരത്തിൽ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ കണക്കൂട്ടത്തവർ 40,193 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അവർ നേടിയ കുതിപ്പ് ഇത് കണക്കിലെടുത്ത് കായംകുളം അല്ലെങ്കിൽ മാവേലിക്കര മണ്ഡലങ്ങളിൽ ഒന്നിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നത്. കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ പിടിച്ച വോട്ടുകൾ നിലനിർത്താൻ മുരളീധരനെ തന്നെ അവിടെ നിയോഗിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ BJPയുടെ ഉറച്ച കോട്ടകളായ മഞ്ചേശ്വരം അതുപോലെ കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഇത്തവണയും ശക്തമായ പോരാട്ടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരത്ത് അഡ്വക്കേറ്റ് ശ്രീകാന്ത് കഴിഞ്ഞ തവണ നേടിയത് 57,484 വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ വീണ്ടും ശ്രീകാന്ത് വരാനാണ് സാധ്യത. വീണ്ടും അവിടെ അദ്ദേഹം ജനവിധി തേടുകയും ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിലാകട്ടെ അവിടെയാണെങ്കിൽ രതീഷ് തന്ത്രി കുണ്ടാർ കഴിഞ്ഞ തവണ നേടിയത് 56,120 വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും അദ്ദേഹം തന്നെയായിരിക്കും അവിടെയും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ഉള്ളത്. ഇത് തള്ളിക്കളയാൻ സാധിക്കുമില്ല. കൊല്ലം ജില്ല എടുക്കുമ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 43,335 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തിയ BB ഗോപകുമാർ ഇത്തവണയും അവിടെ വിജയപ്രതീക്ഷയോടെ രംഗത്ത് തന്നെയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നോർത്ത് മണ്ഡലത്തിൽ MD രമേശും കോഴിക്കോട് സൗത്തിൽ പ്രമുഖനായ മറ്റൊരു നേതാവും എത്തിയേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നുണ്ട്. BJPയുടെ ഇത്തവണത്തെ തന്ത്രം വെറും ഭൂരിപക്ഷ വോട്ടുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നുകൂടി ഇവിടെ നാം മനസ്സിലാക്കേണ്ടതാണ്, എടുത്തു പറയേണ്ടതുമാണ്. ന്യൂനപക്ഷ സ്നേഹ സംവാദം പോലുള്ള പരിപാടികളുടെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് സ്നേഹസല്ലാപം എന്നുള്ള സംവാദത്തിലൂടെയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ BJPക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനും BJPക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലവ് ജിഹാദ് അതുപോലെ വഖഫ് നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആശങ്കകൾ BJP രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വോട്ട് നിലയിൽ വലിയ മാറ്റം വരുത്തുമെന്നും അതേസമയം തന്നെ ഭൂരിപക്ഷ വിഭാഗങ്ങളായ നായർ ഈഴ വോട്ടുകൾ പരമാവധി കേന്ദ്രീകരിക്കാനായി കുമ്മനം രാജശേഖരൻ അതുപോലെ PS ശ്രീധരൻപിള്ള തുടങ്ങിയ നേതാക്കളെയും ഇവർ മുൻനിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വഖഫ് ഭേദഗതി അതുപോലെ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ കൃത്യമായി കാസ പോലുള്ള സംഘടനകൾ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയ തരത്തിൽ തിരികെ കയറ്റുന്നുണ്ട്. ഒരുപക്ഷെ ലവ് ജിഹാദ് എന്നത് വ്യാജമായി ഉണ്ടായ ആരോപണങ്ങളാണെങ്കിൽ പോലും അത് വലിയ തരത്തിൽ പ്രചരണത്തിലാവുകയും അത് കൃത്യമായി വോട്ടാക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്യുന്നുള്ള പ്രതീക്ഷയും ഇവർ വെച്ച് പുലർത്തുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ കാര്യമാണ്. അവിടെ നായർ വിഭാഗം അതുപോലെ ഈഴ വോട്ടുകളെല്ലാം പരമാവധി BJPയിലേക്ക് എത്തിക്കാനും പരമാവധി വോട്ടുകൾ കേന്ദ്രീകരിക്കാനുമായി
കുമ്മനം രാജശേഖരൻ, അതുപോലെ PS ശ്രീധരൻപിള്ള തുടങ്ങിയ നേതാക്കളുടെ പേരുകളും ഇതിൽ നിർത്തുന്നുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഇവരുടെ പേരുകൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 2026 ഈ തെരഞ്ഞെടുപ്പിൽ 34 A ക്ലാസ് മണ്ഡലങ്ങളിൽ 30% മുകളിൽ വോട്ടുകൾ നേടുക എന്നുള്ളതാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലെത്തി 8 വലിയ റാലികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ജോർജ് കുര്യൻ, അതുപോലെ അൽഫോൺസ് കണ്ണന്താനം എന്നിവരിലൂടെ ക്രൈസ്തവ വോട്ടുകളും, VV രാജേഷ്, ശ്രീലേഖ എന്നിവരിലൂടെ തിരുവനന്തപുരത്തെ ഭരണ നേട്ടങ്ങളും, കൃഷ്ണകുമാർ, മേജർ രവി, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നിവരിലൂടെ യുവ വോട്ടുകളും സമാഹരിക്കാൻ BJPക്ക് സാധിച്ചാൽ കേരള നിയമസഭയിൽ BJP നിർണായകമായ ശക്തിയായി മാറുകയും ജനുവരി 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഏതാണ്ട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. ഈ ലിസ്റ്റിൽ പ്രമുഖരായ മറ്റ് പല സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രാഷ്ട്രീയ കേരളത്തെ അത് വലിയ തരത്തിൽ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ കണക്കും ഇത്തവണത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്ന വോട്ടുകളുടെ വർധനവും BJP കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയെ മാറ്റണമെന്നും അല്ലെങ്കിൽ മാറ്റുമെന്നുമാണ് NDA പാളയത്തിൻ്റെ ഉറച്ച വിശ്വാസവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ ലോക്സഭാ വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനായാൽ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും 2026 സംഭവിക്കുക എന്നുള്ളതും നാം ഇവിടെ ഓർക്കേണ്ടതാണ്. BDJS പോലുള്ള സഖ്യകക്ഷികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടു നൽകാനും BJP തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കും മുൻഗണന നൽകുമെന്ന് JP നദ്ദയുടെ നിർദ്ദേശവും പട്ടികയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. BJPയുടെ ഈ പവർഫുൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സോഷ്യൽ മീഡിയയിൽ BJPക്ക് ലഭിക്കുന്ന പിന്തുണ വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നതും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലുള്ള താരങ്ങളുടെ പ്രചാരണം യുവാക്കളെ BJPയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുക എന്നുള്ളത് കൂടിയാണ് BJPയുടെ അന്തിമ ലക്ഷ്യമെന്നും BJP നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനായി ഓരോ മണ്ഡലത്തിലും പ്രത്യേക തന്ത്രങ്ങളാണ് പാർട്ടി മെനയുന്നതും. വോട്ടർമാരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ വോട്ടർ പട്ടിക തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ കേരളത്തിൽ BJP തരംഗം സൃഷ്ടിക്കാൻ തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. വീണ്ടും എടുത്തു പറയേണ്ടത് കേരളത്തിൽ മോദി തരംഗം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാലങ്ങളായി മോദി തരംഗം രാജ്യത്തൊന്നടങ്കമുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഒരു പരിധിവരെ അത് പ്രതിഫലിക്കാതെ പോയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ ഉറപ്പായും മോദി തരംഗമുണ്ടാകും, BJP തരംഗമുണ്ടാകും, NDA തരംഗമുണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കളെല്ലാം ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത്.